ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? വിദ്യാരംഭം ഡേ ആണ്, അതായത് വിജയദശമി ദിവസം എന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. ബുക്കൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരം പൂജ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 3rd ഡേ ആണിന്ന്. അപ്പോൾ നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മളുടെ ഈ ഒളപ്പമണ്ണ ശിവക്ഷേത്രമാണ് കേട്ടോ. ഒളപ്പമണ്ണ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ പാലക്കാടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാലക്കാട് കോങ്ങാടിലെ അമ്പലവട്ടം എന്നുള്ളൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഒളപ്പമണ്ണ ശിവക്ഷേത്രം. സ്വയംഭൂ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ. സോ അവിടേക്ക് തൊഴുതു എന്നതിന് ശേഷം നമ്മൾ പൂ കെട്ടുന്നത് നമ്മൾക്കറിയാവുന്നൊരു നമ്മളുടെ സ്വന്തം ചേച്ചിയമ്മയാണ്. അപ്പോൾ അവരുടെ കൂടെ പോയി കളിക്കുകയാണ് കേട്ടോ മോൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുറ്റുവലം വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഒരു നാഗപ്രതിഷ്ഠയുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തൊഴുതിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വിദ്യാരംഭം ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ തിരക്കുണ്ടായിരുന്നു എന്നല്ല, ഉണ്ടാവുമല്ലോ നമ്മളുടെ ക്ഷേത്രത്തിലൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ പോകുമ്പം ഞങ്ങളുടെ സ്വന്തം കുളമുണ്ട്, അതായത് അമ്പലക്കുളം. നല്ല ഭംഗിയുള്ള കുളമാണ്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു അമ്പലവും കൂടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെയാണ് നടക്കാനൊക്കെ വരിക. ആൻഡ് നമ്മുടെ കാറാണ് കേട്ടോ. കാറും പൂജിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പൂജിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അവിടെ പ്രസാദം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വന്നിട്ട് ഈ ഒരു മീനിനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് മീനിന് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ മീൻ വളരുന്നത് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതായത് ഇവിടുത്തെ പ്രസാദമാണെന്നുണ്ടെങ്കിലും അതുപോലെ പായസമാണെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പൂജ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയിൽ കുട്ടികൾക്കൊന്നും അകത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പുറത്ത് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു ബേബിനെയും കിട്ടിയിട്ടുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ അവരുടെ കൂടെ കളിക്കുകയാണ് കേട്ടോ അമ്മു. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് പൂജ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിൽ പൂജയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രസാദമൊക്കെ തിരിച്ചു തന്നു, ഇരിക്കാൻ കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പൂജിച്ചു. പിന്നെ വാഹന പൂജയും അതുപോലെ തന്നെ വിദ്യാരംഭത്തിൻ്റെ വിദ്യാപൂജയും ബുക്ക് പൂജിക്കലും ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം മുതലാണ് നമ്മൾക്ക് ആക്ച്വലി വാഹന പൂജയും കൂടെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം അങ്ങനെ ഹരിശ്രീയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള താലമൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ എല്ലാവരും കുട്ടികളും മുതിർന്നവരും വയസ്സ് ഭേദമന്യേ ജെൻഡർ ഭേദമന്യേ എന്ന് പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വാഹന പൂജയിലേക്കാണ്. ആദ്യം തന്നെ നമ്മളുടെ വാഹനമാണ് പൂജിച്ചത് എന്നുള്ളത് വലിയ കാര്യമാണ്. ആൻഡ് വണ്ടിയൊക്കെ പൂജിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പൂജയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്കൊക്കെ അവർ വിതരണം ചെയ്തു കേട്ടോ. അവിടെ പൂജിക്കാൻ വെച്ചിട്ടുള്ള ബുക്കൊക്കെ അവിടെ വിതരണം ചെയ്ത് നമ്മളങ്ങനെ ആ ബുക്കൊക്കെ എടുത്തു, നമ്മളെ വായിപ്പിച്ചു. പിള്ളേരെല്ലാവരും അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഒരു ലൈനെങ്കിലും വായിക്കണം എന്നാണല്ലോ. അപ്പോൾ പിള്ളേരെല്ലാവരും അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും ബുക്കൊക്കെ എടുത്തു, അവളെ ജസ്റ്റ് ഒന്ന് വായിപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഒരു 12 മണി വരെയുള്ളൊരു വീഡിയോ ആണിത്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.